ചേച്ചി അവൻ ഇപ്പോഴെങ്ങാനും കേറി വരുമോ? ഏയ് നീ പേടിക്കാതെ ഉണ്ടാക്കിക്കോടി. ഇന്നിന് പ്രതീക്ഷിക്കണ്ട, ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. ആൾക്കൂട്ടം കണ്ട അവന് പ്രാന്ത. എങ്കിലേ നീ ഒരു പ്ലേറ്റും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വാടി. മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ലാൻഡ് ഫോൺ മരത്തിന്റെ മുകളിലേക്ക് എടുത്ത് ഓഫീസ് ജോലികൾക്ക് ഒരു തടസ്സവും വരാത്ത രീതിയിൽ മാതൃകാപരമായാണ് ഈ കൃഷി ഓഫീസറുടെ ഉപവാസ സമരം. ഈ മരം ഇവിടുന്ന് മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഒരു എവല്യൂഷണറി ബയോളജിസ്റ്റിന് വിട്ടുകൊടുക്കണം. കാരണം ഈ വൃക്ഷം ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ പാതയിലാണ്. ഇന്ന് അതിനൊരു ചന്തി വന്നു, ഇനി നാളെ കണ്ണും മൂക്കും എല്ലാം വന്ന് ഇതൊരു ജീവിയായി പരിണാമം പ്രാപിക്കില്ലെന്ന് ആര് കണ്ട്? അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായതല്ലേ? ആണോ? അല്ലേ? ആശാന് പറ്റിയ ശിഷ്യ. ഹലോ കൃഷി ഓഫീസ്, ഹലോ കൃഷി ഓഫീസ്, ഹലോ കൃഷി ഓഫീസ്, ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? അതാ കൃഷി ഓഫീസർ അങ്ങോട്ട്. ഹലോ കൃഷി ഓഫീസ്. എന്നാ സാറേ? ഇവിടെ കിടങ്ങരയിലെ പാടശേഖരത്തിന്റെ ഫയൽ എന്തായി? ഇപ്പൊ റെഡിയാക്കാൻ സാറേ. കണാപ്പ്. രാജമ്മ, ആ മഞ്ഞൾ വെള്ളം മാറ്റി കൊടുത്ത്. കൊള്ളാലോ. ഹലോ കൃഷി ഓഫീസ്. സാർ, ഞാൻ പി.ഒ. റിഞ്ചു. ആ പറഞ്ഞു പറയൂ. ഞാൻ ഇവിടത്തിലുണ്ട്. ആ കാണുന്നുണ്ട്, പറഞ്ഞോളൂ. സാർ, ഞാൻ ബിടെക് തോറ്റു. 48 സപ്ലൈ. അച്ഛന് മുമ്പിലെങ്കിലും ജയിച്ച് കാണിക്കണം. അതിന് 3 മാസം കൊണ്ട് വിളവെടുത്ത് കാശുകാരനാവാൻ പറ്റിയ വല്ല കൃഷിയുണ്ടോ സാർ? ഞാൻ മണ്ണിലേക്ക് തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചു. മണ്ണിലേക്ക് മടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത്. ഹലോ കൃഷി ഓഫീസ്. ഹലോ, സോമൻ സാർ അല്ലേ? അതെല്ലോ, പറഞ്ഞോളൂ. സാറിന്റെ ഈ സമരത്തെ അനുകൂലിച്ച് അഭിനന്ദിക്കാൻ വിളിച്ചതാണ്. അഭിനന്ദിച്ചോളൂ. സമരം കിടു, കലക്കി, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചേ? അയ്യോ, എന്നാ ശരി സാർ, വെക്കട്ടെ. ആ ശരി.